ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ചെമ്മീൻ വെച്ചിട്ട് ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. ഓക്കെ, അതിനാദ്യമായി ആവശ്യമുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം എടുത്താൽ മതി. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ വെള്ളം കീറുകയാണ്, അത്ര നല്ല ടേസ്റ്റാണ്, സത്യമാണ് പറയണത്. ഓക്കെ, ഇനി മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്, അതും ആവശ്യത്തിനായി മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യമുള്ള ചിക്കൻ മസാല ഇടാം. ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചാവാം, അത് വേറെ ഒന്നുമല്ല, നമ്മളൊന്ന് വെറുതെ ഒരു മണത്തിനാണ്. ഓക്കെ, അതിടാം. നമുക്കൊരു മുളകും പൊടി ഇടാം, ആവശ്യത്തിനുള്ള മുളകും പൊടി. പിന്നെ കുറച്ച് എണ്ണയോ ഓയിലോ എന്താണെടുക്കാം നമുക്ക്, അതും ആവശ്യത്തിന്. നമുക്കൊന്ന് തിരുമ്പാനാണ്, നന്നായി തിരുമ്പുക. നന്നായി തിരുമ്പിയിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എത്ര സമയമുള്ളതെന്ന് വെച്ചാൽ എത്ര വയ്ക്കാം. ഞാൻ 5 മിനിറ്റ് മാത്രമാണ് വെച്ചിട്ടുള്ളൂ. എല്ലായിടത്തേക്കും മസാല എത്തിക്കാൻ പറ്റണം അത്ര എത്തിക്കുക. ഐ മീൻ ചെമ്മീൻ്റെ കുടലൊക്കെ കളഞ്ഞില്ല, അവിടെയൊക്കെ നന്നായി വെക്കുക. നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇടാം, കുറച്ച് നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. നന്നായിട്ട് തിരുമ്പി വയ്ക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി സബോളയൊക്കെ വരട്ടണം. അതിനും ഇതൊക്കെ വറുക്കാനായിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റൗ ഓണാക്കി ഒരു ഫ്രൈ പാനോ എന്തെങ്കിലും എടുക്കുക. ഞാൻ ഫ്രൈ പാൻ അല്ലെങ്കിൽ പലക ഫ്രൈ പാൻ തന്നെ എടുക്കുക. അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുക, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വെറുതെ ഒന്ന് ഇളക്കിയെടുക്കുക വേണ്ടോ, ഒന്ന് വേപ്പിൻ്റെ ഇല ചൂടാവാനാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ നന്നായി മരുവിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ എന്താണെന്ന് ചോദിക്കാം. നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാനാണ്. ഈ എണ്ണയ്ക്ക് ഇനിയാണ് ഞാൻ സബോള വരട്ടണത്. ഇപ്പോൾ ചെമ്മീൻ വറുക്കാനുള്ള എണ്ണയാണ് ഇത്. ചെമ്മീനും വറുക്കാനുള്ള എണ്ണയിൽ വേപ്പിൻ്റെ ഇല നിരത്തിട്ടില്ലോ, അപ്പോൾ നമുക്ക് ഈ എണ്ണ ഒരു വേപ്പിൻ്റെ ഇല എണ്ണ എന്ന് പറയാം നമുക്ക്. കാരണം നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്നും ഇതായിട്ടുണ്ട്, നല്ല വേപ്പിൻ്റെ ഇല മണം ഉണ്ടായിരുന്നു. നന്നായി നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, എണ്ണ എല്ലായിടത്തേക്കും എത്തിക്കുക നമുക്ക്. ഇതിലേക്ക് നമുക്ക് ഓരോരോ ചെമ്മീനായിട്ട് ഇടാം. അതിന് മുമ്പ് ഒന്ന് നന്നായി ഇളക്കണം. നമുക്കിങ്ങനെ എണ്ണ ഉള്ളിടത്ത് ചെമ്മീൻ ഇട്ടിട്ട് വരാം. ഞാൻ ഇപ്പോൾ കുറച്ച് ചെമ്മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെമ്മീൻ മേടിച്ചതാണ്. അങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്ര ഉള്ളൂ ചെമ്മീൻ, കണ്ടറിഞ്ഞൂടെ, കുറച്ചുള്ളൂ, ഒരാൾക്ക് കഴിക്കാനുള്ളൂ. നന്നായിട്ടൊന്നും തീ കുറച്ചിടണം. നമ്മൾ തീ കുറച്ചിട്ട് ചെമ്മീൻ വേകുമ്പോൾ ചുരുണ്ടല്ലോ, ആ ചുരുണ്ടയിൽ നമുക്ക് കുഴപ്പമില്ല. ആ ചുരുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഹൈയിലിടുക, ഇട്ട് നന്നായി മുരിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് സബോള അരിയാം. റോസ്റ്റിന് വേണ്ടി സബോള ഒരു ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളൂ, കാരണം എൻ്റെ കുറച്ച് ചെമ്മീനുള്ളൂ. കാരണം നമ്മൾ ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ് എനിക്ക് തൊലി വരണമില്ല, ആകതായി. അപ്പോൾ പിന്നെ വിചാരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം, അത് നല്ലത്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ തക്കാളി എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഇനി ലാസ്റ്റ് വേറെ സംഭവമാണ് ചെയ്തേക്കണത്, അത് കാണിച്ചു തരാം. അപ്പോൾ ചെമ്മീൻ ഒരു വിധം വെന്തുണ്ട്, ചുരുണ്ടു സാധനം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇളക്കുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തീ ചെറുതാക്കിയിട്ട് തന്നെ ഇട്ടേക്കണ്. നന്നായി വെന്തതിന് ശേഷം മാത്രം നമുക്ക് കൂട്ടിയിടാം, കാരണം ചിലതൊന്നും ചുരുണ്ടിട്ടില്ല. നമുക്ക് സബോള ഇനി നീളത്തിലല്ല അരിയേണ്ടത്, കൊത്തിയിട്ടാണ് അരിയേണ്ടത്. ഇത് മൂക്കാണ്, അത് നമുക്ക് കളയാം.
നന്നായി നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ കൊത്തി അരിയണത്. അതുപോലെ ഞാൻ ഒരു സബോള ഒരെണ്ണമാണ്, പച്ചമുളക് ഒരെണ്ണമാണ്. പിന്നെ എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലാത്ത കാരണം ഞാൻ വേറൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ടൈം ആകുമ്പോൾ ഞാൻ പറയാം. സവാള കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇനി പച്ചമുളക് വലുതാക്കി ചീന്തിയിട്ടാണ്, കാരണം പച്ചമുളക് പറക്കി കളയുണ്ട്. ആ കാരണമാണ് ഇങ്ങനെ എരിയണത്. സെറ്റായിട്ട് അപ്പോഴേക്കും ചെമ്മീൻ നന്നായി ഇങ്ങനെ ചുരുണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി തീ കൂട്ടിയിട്ടിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് വറക്കാം. ഇനിയാണ് മുരിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ വെന്തിട്ടുള്ളൂ, നന്നായി മുരിച്ചെടുക്കണം. അപ്പോൾ തീ നന്നായി കൂട്ടിയിട്ട് ഹൈയിലിടുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഹൈയിലിടേണ്ടത്. നമ്മളിവിടെ പച്ചമുളകൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായി മൊരിഞ്ഞതിൻ്റെ ശേഷം വേണം ഇനി നമുക്കൊന്ന് കോരിയിട്ട് വേറെ പാത്രത്തേക്ക് ഇടാൻ. നന്നായി മൊരിഞ്ഞ് തീ കുറച്ച് വെച്ചു. ഇനി നമുക്ക് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തേക്കാണ് മാറ്റി വയ്ക്കണത്. ഒരു തരി എണ്ണ ഇല്ലാണ്ട് എത്രമാത്രം ആക്കാൻ പറ്റുമോ അത്രമാത്രം ആക്കുക. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. നമുക്കിനി സബോള വരട്ടണം. ഇത്ര ചെമ്മീനെ കിട്ടിയിരിക്കണുള്ളൂ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. മൊരിഞ്ഞപ്പോൾ ചെറുതായി കുറച്ചായ പോലെ തോന്നുന്നുണ്ട്. ഇതിക്ക് നമുക്ക് സബോള അരിയാം. നേരത്തെ വെളിച്ചെണ്ണയിൽ തന്നെ ഇടണേ. അപ്പോൾ അതിൽ ഉപ്പും മുളകും ഒക്കെ ആയി ഉണ്ടാവും ചെമ്മീൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു സ്വാദ് കിട്ടും. നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് എണ്ണയിൽ നന്നായി ഒന്ന് കുളിപ്പിച്ചെടുക്കാം. കാരണം ആ മസാല ഒക്കെ എണ്ണയിലാണ്. അപ്പോൾ നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കാത്ത കാരണം നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നാലാണ് നമുക്ക് മസാലയുടെ ആ സ്വാദൊക്കെ കിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, തക്കാളിയുടെ പകരം സൂത്രം ചെയ്യുന്നുണ്ടെന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ ടൊമാറ്റോ സോസാണ്. തക്കാളി ഉള്ളവർക്ക് തക്കാളി എടുക്കുക, അതുപോലെ കൊത്തിയരിഞ്ഞാൽ മതി. അല്ലാത്തവർക്ക് സോസ് എടുക്കാം. ഞാൻ ഇപ്പോൾ സോസാണ് എടുത്തിരിക്കണം, കാരണം എൻ്റെ ഒരു തക്കാളി ഇല്ലാത്ത കാരണമാണ് സോസ് എടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്യുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി തെറിക്കുന്നുണ്ട്. അതിനെ കഴിഞ്ഞോളി കുറേ കിട്ടി. എന്നാലും ലാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല വെള്ളത്തിൽ തുമ്പത്ത് എത്തുമെന്നൊക്കെ അറിയില്ലേ, അതുപോലെയാണ്. നന്നായി മിക്സ് ചെയ്യാണ്ട് നമ്മൾ തീ കൂട്ടി വെക്കണം. കാരണം തക്കാളിയുടെ സോസ് നമ്മൾ കൂടുതൽ ഒഴിച്ചെന്ന് വെച്ചാൽ അത് ഇങ്ങനെ നല്ല മധുരിക്കും. അത് വേണ്ടാണ്ടിരിക്കാനാണ് ഒഴിച്ച് കുറച്ച് കൂടിയ പോലെ തോന്നി. അങ്ങനെ തീ കൂട്ടി വയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ അത് വറ്റിയിട്ട് മധുരം ഇങ്ങനെ കുറയും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് നേരത്തെ ഇടണവർക്ക് ഇടാം. സവാളയോടൊപ്പം പച്ചമുളക് ഇടാം. അതിൻ്റെ ഒപ്പം തക്കാളിയൊക്കെ ഇടാം. ഇപ്പം ഞാൻ പച്ചമുളക് ലാസ്റ്റ് ഇട്ടെന്നുള്ളൂ. അതിപ്പം ഇനി കളർ മാറി മാറി വരും. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുക. എണ്ണയ്ക്ക് അധികം കൊണ്ടുപോകണില്ല ഞാൻ, കാരണം എണ്ണ ഉണ്ട് അത്യാവശ്യത്തിന്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഇനി ചെമ്മീൻ ഇടാണ്ട് അതിന് മുമ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ഒക്കെ പച്ചമുളകൊക്കെ ഇതായിട്ട് വന്നിട്ടൊക്കെ കളർ മാറി വരുന്നുണ്ട്. നന്നായി ഇളക്കാം, കാരണം നമ്മൾ പച്ചമുളകൊക്കെ പോകണം. അത് കാരണമാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക്
ചെമ്മീൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഴി കുഴിക്കാം. കുഴി എന്ന് വെച്ചാൽ ഒന്ന് ഇളക്കിയിട്ട് നടുവിലൊരു സ്ഥലം ഉണ്ടാക്കാം ചെമ്മീൻ ഇടാനൊക്കെ ആയിട്ട്. നന്നായി ഇളക്കുക. ഞാൻ ഇപ്പോൾ തീ കൂട്ടിയിട്ടുണ്ട്. പച്ചമുളകൊക്കെ നല്ല കളറ് മാറി മാറി വരുന്നുണ്ട്. തീ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം ഒന്ന് റോസ്റ്റായിട്ട് കിട്ടും. നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇടാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ഇടാം. ഇതിക്കിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. തീ കുറച്ചിട്ടിട്ടാണ് മിക്സ് ചെയ്യണത്. നമ്മൾ ഇളക്കണ നേരത്ത് കുറച്ചിട്ടും അടച്ച് വയ്ക്കുമ്പോൾ ഒന്ന് കൂട്ടിയിട്ട് കുറയ്ക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എല്ലാതും നടുവിലേക്കാണ് ആക്കണത്. കാരണം വേറെ ഒന്നുമല്ല, തീ അവിടെയാണ് ഉള്ളത്. കാരണം നടുവിലേക്ക് ആക്കണുള്ളൂ. ഇല്ലെങ്കിൽ ഇളക്കുമ്പോൾ വക്കുന്നത് ഇങ്ങനെ താഴത്തേക്ക് പോകും. ആ കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പാത്രം വെച്ചിട്ട് മൂടുകയാണ്. ഒന്നല്ല അങ്ങനെ വീർപ്പടിച്ചിട്ട് ഇങ്ങനെ നീരാവി വന്നിട്ട് ഇതായിക്കോളും. അപ്പോൾ കാരണമാണ് അങ്ങനെ ആക്കണത്. അപ്പോൾ ഞാൻ തീ കുറച്ചു, എന്നിട്ടൊന്ന് കൂട്ടി 1 സെക്കൻഡ് 2 സെക്കൻഡ് പിടിച്ചിട്ടുണ്ടാവണം. ഓഫ് ചെയ്തതിൽ ചിലപ്പോൾ അടി പിടിക്കുക കാരണമാണ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇത് കമത്തുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഇത്ര നേരം കാത്തിരുന്ന നമ്മളുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ്. ആകെ ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ചാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ബൈ ബൈ.